തൃശൂർ തൃപ്രയാറിൽ നിന്നുള്ള അതിദാരുണമായിട്ടുള്ള വാർത്തയിലേക്കാണ് നമുക്ക് ഈ നേരം പുലരുമ്പോൾ പോകേണ്ടി വരുന്നത്. ഉറങ്ങിക്കിടന്ന നാടോടികൾക്കിടയിലേക്ക് തടി കയറ്റിയ ലോറി പാഞ്ഞു കയറി 5 പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു. 7 പേർക്ക് ഗുരുതര പരിക്കേറ്റിരിക്കുന്നു. ആ അപകട സ്ഥലത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. MS ലിഷോയ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ലിഷോയ്, ഇപ്പോൾ അവിടെയുള്ള ആളുകൾ പറയുന്ന പ്രകാരമാണെങ്കിൽ അവരവിടെ സ്ഥിരം ഉറങ്ങിക്കിടക്കുന്ന മേഖലയാണ്. ഇതുവരെ അങ്ങനെ യാതൊരുവിധ അപകടങ്ങൾ അങ്ങനെ സംഭവിച്ചിട്ടില്ല. പക്ഷേ അപകട മുന്നറിയിപ്പുകളൊക്കെ കൃത്യമായിട്ട് തന്നെ നൽകിയിട്ടുണ്ട്. എന്നിട്ടും എങ്ങനെ ഈ അപകടം സംഭവിച്ചു എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇനി പുറത്തു വന്നാൽ മാത്രമേ ആ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ലഭിക്കുകയുള്ളൂ. ഈ ലോറി ഡ്രൈവർ ആരാണ്, എവിടുത്തുകാരനാണ് എന്നുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? എന്താണ് ഇയാൾ നൽകുന്ന മറുപടി? എങ്ങനെ ഈ അപകടം സംഭവിച്ചു എന്നാണ് അയാൾ പറയുന്നത്? ലോറി ഓടിച്ചിരുന്നത് മലയാളികൾ തന്നെയാണെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇവരെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. തൃശ്ശൂർ ഇപ്പോൾ വലപ്പാട് സ്റ്റേഷൻ പരിധിയിലാണ് വരിക. ഈ മേഖലയിലുള്ള പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് നിലവിൽ ഈ ഡ്രൈവറെ ഉൾപ്പെടെയുള്ളവരെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. കണ്ണൂർ ഭാഗത്തു നിന്നും ആണ് ഈ വാഹനം വരുന്നുണ്ടായിരുന്നത്. എറണാകുളം ഭാഗത്തേക്കാണ് പോകുന്നുണ്ടായിരുന്നത്. ഇതിലുണ്ടായിരുന്ന അതായത് ഈ മരണമടഞ്ഞവരെല്ലാം തന്നെ മലയാളികളാണ്, മലയാളവും തമിഴും സംസാരിക്കുന്നവരാണ് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അതായത് ഇവിടെ സ്ഥിരമായി താമസിക്കുന്ന പാലക്കാട് മേഖലയിൽ നിന്നുള്ള നാടോടികൾ ആണ് എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും അതിലൊരു കുട്ടിയുണ്ട് എന്നുള്ള കാര്യത്തിൽ കൃത്യമാണ്, വിവരം കൃത്യമാണ്. കാളിയപ്പൻ, ജീവൻ, നാഗമ്മ, വിശ്വ എന്ന് പറയുന്നത് 1 വയസ്സ് മാത്രമുള്ള 2 കുട്ടികൾ ആണ് ഇതിലുള്ളത്. ഒരു കുട്ടിയാണ് മരിച്ചിരിക്കുന്നത്. 2 കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? 2 കുട്ടി മരിച്ചു. ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. എന്താ ഉണ്ടായിരുന്നു? ചേട്ടൻ ഇവിടെ 2 പേര് ജില്ലാ ഹോസ്പിറ്റലിൽ, 3 പേര് മെഡിക്കൽ കോളേജിൽ, 5 പേരോളം മരിച്ചിട്ടുണ്ട്, 6 പേർക്ക് പരിക്കുണ്ട്. 2 കുട്ടികളാണ്, 2 സ്ത്രീകൾ, ഒരു ഇതിപ്പോ എങ്ങനെ വണ്ടി നേരെ ഇടിച്ച് കയറി പോലെയായിരുന്നത്? നിന്ന് തെക്കോട്ട് വരായിരുന്നു. അത് വരുന്ന സമയത്താണ് സാധാരണ നാടോടികൾ അപ്പുറത്താണ് കിടക്കുന്നത്. പക്ഷേ ഇന്നത്തെ ദിവസം ഏകദേശം അതിൻ്റെ പേര് എന്താ ഇപ്പുറത്ത് ഇവിടെ കൂടുതൽ വണ്ടികൾ വരുന്നത് നമുക്ക് ഇപ്പുറത്തേക്കിടുന്നതായിരുന്നു. ഇതിപ്പം ഇയാൾ ഉറങ്ങിപ്പോയതാണോ സാധ്യത? അതോ അറിയാതെ നേരെ ഇതിനെതിരെ മലയാളികൾ തന്നെയാണ്, നിങ്ങൾ ഇവിടെ ഉള്ളവരാണോ? ചേട്ടൻ ഇവിടെ ഉള്ളവരാണോ? എന്തായാലും പുലർച്ചെ തന്നെ വരുന്ന അതിദാരുണമായിട്ടുള്ള വാർത്ത. തൃശൂർ തൃപ്രയാറിൽ തടി കയറ്റിയ ലോറി ഉറങ്ങിക്കിടന്നവരിലേക്ക് പാഞ്ഞു കയറി 5 നാടോടികൾ മരണപ്പെട്ടിരിക്കുന്നു. 7 പേർക്ക് ഗുരുതര പരിക്കുമുണ്ട്. മരിച്ചവരിൽ ഒരു കുഞ്ഞും ഉൾപ്പെടുന്നു, ഒരു കുട്ടിയും ഉൾപ്പെടുന്നു. മൃതദേഹങ്ങൾ വിവിധ ആശുപത്രികളിലേക്കായി മാറ്റിയിട്ടുണ്ട്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് ഈ അപകടത്തിന് വഴിവെച്ചത് എന്നുള്ള പ്രാഥമിക നിഗമനത്തിലാണ്. ലോറിയും ലോറി ഡ്രൈവറെയും ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. വലിയ ദാരുണമായിട്ടുള്ള സംഭവമാണ്. കൃത്യമായിട്ടുള്ള ദിശാസൂചിയും മുന്നറിയിപ്പ് ബോർഡുകളും എല്ലാം ഉണ്ടായിട്ടും വലിയൊരു അപകടം നടന്നു. ഈ അപകട വാർത്തയാണെന്ന് പുലർച്ചെ വന്നുകൊണ്ടിരിക്കുന്നത്. MS ലിഷോയാണ് അവിടെ നിന്നുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ നമുക്കായി നൽകിയത്.